കഴിഞ്ഞാൽ ഉള്ളി വെട്ടാനൊക്കെ കുട്ടി നീച്ചോ ചിക്കൻ അവിടെ പോയി. നമ്മളെ വീട്ടിലൊരു സ്പെഷ്യൽ വിരുന്നാണ് അല്ലേ? രണ്ടാം പെരുന്നാൾ എന്ന് പറയാൻ പറ്റില്ല, സൽക്കാരം പറയാൻ പറ്റും. രണ്ടാം പെരുന്നാൾ ഇല്ലല്ലോ. അല്ല, നമ്മൾ ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ ഞാൻ പറയൂല്ലേ. ഇന്ന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് സ്പെഷ്യൽ ഒരു ഗസ്റ്റുകൾ വരുന്നുണ്ട്. ആരാന്ന് വെച്ചാൽ ആരാണൊക്കെ ഞങ്ങൾ ഓണത്തിനൊക്കെ പോകാറുള്ള ഗോപാലേട്ടൻ്റെ വീട്ടിലല്ലേ. എന്തായാലും അടുക്കളയിൽ പോയിട്ട് സംസാരിക്കാം. ചെറുപ്പം മുതലേ പോലെ വീട്ടിലേക്ക് ഞാനൊക്കെ ഉച്ചക്കൊക്കെ പോയിട്ട് അനുവാദം കൂടാതെ കിച്ചണിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ്. അപ്പൊ അത്രയും അടുപ്പാണ് ഞങ്ങൾ തമ്മില്. ഓരോ വിളിക്കണം, മോളെ വിളിക്കണം, ഓരോ പെരുന്നാൾക്കും പറയട്ടോ. കാരണം ഓലൊക്കെ അന്ന് പണ്ടൊക്കെ പോയിട്ട് എടുത്തമ്മ പറയും അടുക്കളയിലുള്ള എന്താ ചോലൊക്കെ എടുത്ത് തിന്നു പോകും. എടുത്തമ്മ ചിലപ്പോ തൊടു കൂടെ ഒക്കെ പോകുമ്പോ ഞാൻ അദ്ദൂപ്പ് അങ്ങനെ ഷാജാൻ അങ്ങനെ കുറച്ച് തുണക്കാരുണ്ട്. ഞങ്ങളൊക്കെ കിച്ചണിൽ കൂടെ പോയിട്ട് അവിടുന്ന് ചോറ് ഉപ്പേരൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ തന്നെ നിന്നല്ല. അങ്ങനെയൊക്കെ ഒരു വീട് സ്വതന്ത്രമുള്ള ഒരു വീടായിരുന്നു. ഓലെ ഇന്നൊന്ന് വിളിക്കുകയാണ്. ഓലെ വിളിച്ച് അല്ല കണ്ടപ്പെട്ടില്ല. അതെന്താ വെച്ചാല് ഒന്നാമത് ചൂടാണ് കേട്ടോ, ഒന്നാമത് തിരക്കിലുമാണ്. ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മ വേഗം ചൂലൊക്കെ എടുത്തിക്കണ്. അടുക്കളയിൽ ഇതങ്ങനെ യുദ്ധം നടക്കുക, അടുക്കളയിൽ ഇതങ്ങനെ യുദ്ധം നടക്കുകയാണ്. ചിക്കൻ ഇതാ അവിടെ പൊരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ബീഫ് ഇതാ കെട്ടി തിളക്കുന്നുണ്ട്. ഇതാ തൈര് കൂട്ടിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാ കുട്ടിനെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും വന്ന ചോദിക്കണേ എന്താ വ്ളോഗൊന്നും കിട്ടാത്തതെന്ന്. കുട്ടിനെ കണ്ടോളൂ. അതന്നെയാണ് യാമി കുട്ടി. രസമുണ്ടോ? ഉണ്ടോ? വേറെ ആരും വന്നിട്ടില്ലേ? അമ്മ അതേ കൂടെ പൊടിവാറി നടക്കുന്നുണ്ട്. എന്തൊക്കെയോ പണികൾ നോക്കിയിട്ട്. എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റിട്ട് കേട്ടോ. പിന്നെ കുട്ടി നീച്ചതിന് മാറ്റാൻ പറ്റില്ല. ആയിട്ടുണ്ട് ചുരിദാർ. ഇത് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നിട്ട് വേറെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എല്ലാവരും ചോദിക്കാറുണ്ട് ഐബ്രോ പെൻസിൽ ഏതാ യൂസ് ചെയ്യാറുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒരു കമ്പനി ഒന്നല്ല, അത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ബ്രൗൺ കളറാണ്. ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ അത്ര ഒരു വൃത്തികേടില്ലാത്ത സ്ഥലത്തിൽ ഇങ്ങനെ കിട്ടും. ഐലൈനർ ഇടട്ടെ. ഞാൻ ഐലൈനർ ഇടാത്തൊരു കച്ചവടമല്ല എനിക്ക്. ഐലൈനർ ഇടാൻ ഞാൻ ഈ കണ്ണാടി കണ്ട വരുമ്പോൾ ന്യൂഡിൻ്റെ ഒരു ലക്ഷറി പെർഫ്യൂമാണ് കേട്ടോ ഞാൻ അടിക്കാൻ പോണത്. നല്ല 6 ടൈപ്പ് സ്മെല്ലിലാണ് കേട്ടോ ഈ ഒരു പെർഫ്യൂമുകൾ വരുന്നത്. 6 സ്മെല്ലാണ്. ഓരോ മൂഡിനനുസരിച്ച് നമുക്ക് അടിക്കാൻ പറ്റും. ഇത് പ്രത്യേകം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ടൈംലെസ്, ഹിപ്നോട്സ്, മജസ്റ്റിക്, സ്റ്റണ്ണർ, സ്ലട്ടറി, മാഗ്നറ്റ്, അങ്ങനെ 6 തരം മണം മയക്കണ മണങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. സ്പ്രേ നമ്മൾ അടിച്ചാലും അത് ലോങ് ലാസ്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ അടിച്ചുകൊണ്ടിന് മാത്രം സ്മെല്ല് ഉണ്ടായിട്ട് കാര്യമല്ലോ. ഒരു നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ പെർഫ്യൂം അടിക്കുമ്പോൾ നല്ല സ്മെല്ല് നിൽക്കാണ്ട് നമ്മൾ ഈ ഒരു മുട്ടിന്റെ മടക്കില്, ഈ മടക്കുകളിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ടാബ് ചെയ്ത് വെച്ച് കൊടുക്കട്ടോ. അപ്പൊ സ്മെല്ല് എപ്പോഴും നമ്മളെപ്പോഴും നല്ല സ്മെല്ല് ഉണ്ടാവും. അതുപോലെ ഈ പെർഫ്യൂം ഒക്കെ നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. 500 രൂപയിൽ താഴെയുള്ളതിന്റെ ഈ ഒരു പെർഫ്യൂമിനൊക്കെ റേറ്റ്. ഇപ്പൊ ഓഫീസിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴും, ഞാനൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ പെർഫ്യൂം അടിക്കും കേട്ടോ. നമ്മളെപ്പോഴും നല്ലൊരു മണം ഉണ്ടാവണമെങ്കിൽ നല്ലതല്ലേ. പിന്നെ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് എടുക്കാനും ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ ഇത്. അതുപോലെ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമായിട്ട് CP ടെക്നോളജി ഉപയോഗിച്ചിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആദ്യത്തെ പെർഫ്യൂം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ന്യൂഡിന്റെ ഒരു പെർഫ്യൂം വാങ്ങിക്കാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവരുടെ വെബ്സൈറ്റിലും കിട്ടും, അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഈ സൈറ്റുകളിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്തോളൂ. എടുക്കാൻ കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഉയർത്തു. ഞാൻ മറ്റേ ചെയ്താറുള്ള കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ട്. ഷാൾസ് ഫോർ ഹെയർ എന്നാ തോന്നുന്നുണ്ട് ഈ ഒരു ഷോപ്പിന്റെ പേര് കേട്ടോ. ഇതിന്റെ ഇത് നല്ല രസമുണ്ടല്ലേ, നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടി നീച്ചോ? സുന്ദരിക്കുട്ടി നീച്ചിക്കണ. എന്നെ ആരൊക്കെ കാണാൻ വന്നെന്നറിയോ? ഉറങ്ങിക്കിടക്കുമ്പോ അറിയോ? കിളി പോയിക്ക. അമ്മ കുട്ടിയുടെ കിളി പോയിക്ക. ഞാനും ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ടടാ ചിരിച്ചത്.
കുട്ടികളെന്നെ നോക്കിയിട്ടില്ലാരും. കാക്കൂന്റെ മണ്ണ് പോണു നമ്മളെ കുഞ്ഞിനെ ബിരിയാണി മാമൊക്കെ വെച്ചു പോണു മക്കൾ വേണ്ടേ അതിന്റെ ചക്കയൊക്കെ മുറിച്ചുന്നുണ്ട്. നമ്മളെ പരിപാടി നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. പൂർത്തിയാക്കിയോ? ഇനി ഒന്ന് പോയിട്ട് ഫ്രഷ് ആക്കില്ല. വിജയകരമായി പൂർത്തിയാക്കി. എത്ര ഇനി പപ്പൻ്റെ അപ്പം കുറച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഉള്ളി വെട്ടാനൊക്കെ കൂടുന്ന ആളാണ്. കൂടുന്ന ആളാണ് ഉമ്മ. 10 കൊല്ലം കഴിഞ്ഞ് കൂടുവോ? 10 കൊല്ലം കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് ഇറക്കൂലേ അല്ലേ? പപ്പൊക്കെ ഉള്ളിയൊക്കെ വെട്ടി തന്ന് അല്ലേ? ഇഞ്ചിയൊക്കെ എങ്ങനെ 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 നീ പപ്പടം പോയിക്കാണ്ടോ? പപ്പടം പായസം വെച്ചോണ്ടിട്ടുണ്ട്. പണികളൊക്കെ ഒരുങ്ങിയില്ലേ? ഞാൻ വിരുന്നേരെ പോലെ കർച്ചീഫൊക്കെ പിടിച്ച് ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുക. കുട്ടീനെ പിടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു കർച്ചീഫ് കൈ പിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ അവൾ കിടക്കുമ്പോൾ എപ്പോഴും ബെഡിൻ്റെ അടുത്തൊന്ന് വെക്കും. എപ്പോഴും ചീകിന് പാലും ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊണ്ടൊക്കെ. എന്നാലേ വേഗം ഇതുകൊണ്ട് തുടച്ചെടുക്കാൻ കഷ്ണങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ കിട്ടിയ കഷ്ണം വെച്ച് തുടക്കൂല. അപ്പം അതിനായിട്ടൊരു കഷ്ണം വെക്കുക ചെയ്യുക. എല്ലാം റെഡിയായി. ഗോപാലേട്ടനൊക്കെ വരുന്നുണ്ട്. ആരെങ്കിലും വരികയെന്നൊക്കെ പറയുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകാറുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ പാളിലേക്ക് കാണലുണ്ടായിരുന്നു. അല്ല ഞാൻ വീട്ടുകാർ ഇരുന്ന് വിളിക്കണ പോലെ അല്ലല്ലോ. വേറെ ഉള്ളവരൊക്കെ വരുമ്പോൾ എന്തോ ഒരു കാണണം. മറ്റേ 2 വീട്ടുകാർ അങ്ങോട്ട് എപ്പോഴും വിരുന്ന് വരാം. അതുപോലെ വരുമ്പോൾ നമുക്ക് ഒന്നും തോന്നുന്നില്ല. ഗോപാലേട്ടൻ വരുന്ന പൊലിവ ആ കുട്ടി ഉറങ്ങാണേ. അല്ലോ ആ നീക്കലൊന്നും നോക്കിയാലൊന്നും എത്തൂല. രാവിലെ കുറച്ച് കഥകളൊക്കെ നിങ്ങളെ പറ്റി പറഞ്ഞു. കണ്ണുറന്നപ്പോ ആരൊക്കെ വന്നിട്ടുള്ളതില്ലേ അപ്പൂസേ? ഇതാണ് നമ്മളെ ഗോപാലേട്ടൻ. ഞാൻ പറഞ്ഞ ഗോപാലേട്ടൻ. ഞങ്ങൾ രണ്ടാളും തുണക്കാരാണ്. പക്ഷെ പ്രായം കൊണ്ടല്ല കേട്ടോ. പ്രായം കൊണ്ട് ഏകദേശം 10-20 വയസ്സിന്റെ മാറ്റമുണ്ട്. മൂത്ത മോന് സുഭാഷ്, ഇത് 2ാമത്തെ ആള് ലെനിന്, ഇത് 3ാമത്തെ ആള് ഗോപി. ഇതാണ് ഏടത്തിയമ്മ. ഇതൊക്കെ മരുമക്കളാട്ടോ. ഒരാൾ കൂടി വരാണ്ട്. വന്നിട്ടില്ല. ഒരാൾ കൂടി മൂത്ത ആള് വരാണ്ട്. കക്കലുണ്ട്. ചിലപ്പോ ഒന്നാമത് ഞാൻ ജനിച്ചിട്ടുണ്ട് നടക്കാനും വല്ലാതെ ചോറ് വരുമ്പോഴത്ര ഗോപാലേട്ടൻ വന്ന പൊരിവ്. അപ്പൊ ജനിച്ചപ്പോ പോലും എല്ലാ ഓണത്തിനും സെറ്റാക്കണം കേട്ടോ. പായസം വിളമ്പൽ എന്റെ ഡ്യൂട്ടിയാണ്. ക്ലാസ്സിൽ പോയിക്കല്ലേ ബീഫ് തോണിയിലിട്ടത്. ബീഫ് തോണിയിലിട്ടതാ. വെങ്കായം, ബിരിയാണി ഇഷ്ടാ? ഇഷ്ടാ? അതിന്റെ പേരെന്താണ്? ഇഷക്കുട്ടിയാണ്.
എടുത്തു രസമൊക്കെ സ്ഥലല്ലേ ദീദിന്റെ ഒക്കെ കഴിഞ്ഞോ? ഇവിടെ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? അന്വേഷണം പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും പറയണോ പരിപാടിയൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു നിറഞ്ഞു. യാമിക്കുട്ടിയൊക്കെ ബിരിയാണി തിന്നാൻ പോവാണ് എല്ലാരും. എന്ത് നമ്മളെ കലാപരിപാടികൾ ആരംഭിക്കുക. ഇനി അടുത്ത കലാപരിപാടികൾ ക്ലീനിങ് ആണല്ലേ. അമ്മ അവിടെ പാത്രം കഴുകുന്നുണ്ട്. അതിന്റെ സാധനങ്ങളുണ്ട്. അപ്പം കണ്ടി വിൽക്കുക മോള്. പണ്ടത്തെ കാലത്ത് സോപ്പ് മൂടിയില്ലേ പാത്രങ്ങള്. ഒരാള് സോസറൊക്കെ എടുത്തിട്ട് ടേബിൾ വെക്കുന്നുണ്ട്. ഇക്കാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ കുട്ടീനെ എടുത്തിട്ടില്ല പറഞ്ഞിട്ട് കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാമിക്കുട്ടിയെ ഇവിടുത്തെ എന്താ അതിനെ വിളിച്ചു ചോദിച്ചോക്കിയത്. അപ്പോൾ ഉണ്ട് ഒരു ഇവിടേക്ക് പാണ്ടിക്കാട്ട് പോകാത്ര അതിന്റെ ഒക്കെ ആള് പോരാണെങ്കില് മൂത്തമ്മയൊക്കെ വന്നിട്ട് കണ്ണ് തുറന്നിട്ടില്ലല്ലോ. യാമിക്കുട്ടിന്റെ മൂത്തമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയും മോനൊക്കെ വന്നിട്ടുണ്ട്. കുട്ടിനെ കാണാൻ വന്നവരാണ്. രാവിലെ വന്ന ആളിനെട്ടോ ഓന് കുറച്ച് ആൾക്കാരും കൂടെ കൂട്ടി വന്നിരിക്കുകയാണ് അല്ലേ. അവിടെ ഒരാളെ മറന്നിട്ടാ ഇതെടുത്തിട്ടില്ലേ? ശരി. ശരി. കാക്കു പോവാട്ടോ. ഇക്കാത് നനക്കുക മതില്. എന്നാ ഞങ്ങള് പോട്ടെ. അസ്സലാമലൈക്കും. ആയിക്കോട്ടെ. ഇപ്പൊ ഞങ്ങള് നാളെ പോവാണ്. നൈസ്. മതില് നടക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഗോപാലൊരിക്കലും വിരുന്നൊക്കെ കഴിഞ്ഞു. ഉപ്പിയമ്മയൊക്കെ പോയി. അതായിരുന്നു ഞങ്ങളെ 2ാം പെരുന്നാളിന്റെ സൽക്കാരല്ലേ. ഞങ്ങൾക്ക് 3ാം പെരുന്നാളുണ്ട് കേട്ടോ. നാളെ പട്ടാമ്പിക്കാണ് അപ്പൊ ഇൻഷാല്ലാ പട്ടാമ്പി വീട്ടിലേക്ക് പോണ വിശേഷങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാൻ ഇതുവരെ എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും.